ഈ സമസ്ത എന്നും പറയുന്ന ഇതുപോലുള്ള സംഘടനകളൊന്നും എല്ലാ മുസ്ലിങ്ങളുടെയും മക്കാലത്തൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതാദ്യം ഞാൻ പറയുന്നത്. അപ്പൊ അത് അങ്ങനെയൊന്നും ഇല്ല, കാര്യമില്ല. അതിനകത്തൊക്കെ കുറെ കടൽക്കഴവന്മാർ കുറെ ഇരുന്നുകൊണ്ട് കുറെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയും. അവരൊന്നും ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ചോ ഇന്നത്തെ കാലത്തെക്കുറിച്ചോ ചിന്തിച്ചിട്ടല്ല ഇതൊന്നും പറയുന്നത്. ഇപ്പൊ ഒരു വ്യായാമ മുറ എന്തോന്നും ആവട്ടെ, ഒരു വ്യായാമ മുറ അത് അതിനകത്ത് ആണ് പാടില്ല, പെണ്ണ് പാടില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ പാടില്ല. ഇതൊക്കെ പുറത്ത് പറയാന്നൊക്കെ പറയുന്നത് ഇന്ന് നാണക്കേടല്ലേ? ഇവർ ഈ മുസ്ലിം സമുദായത്തിന് തന്നെ വലിയ ആക്ഷേപം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു താലിബാൻ മോഡലിലേക്ക് പോവുകയാണിത്. വളരെ മോശമായ ഒരു സംഭവ വികാസമാണ് ഈ കാണുന്നത്. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ ഓരോരുത്തർക്ക് പറയുന്നത് അവരവരുടെ ഇഷ്ടമാണ് പോകുന്നതും വരുന്നതുമൊക്കെ. ഇവന്മാരാരാ ഇതൊക്കെ പറയാൻ? അവിടെ സ്ത്രീകൾ പോയാൽ ഇവന്മാരെന്തോ പിടിച്ച് മൂക്കിയെത്തി കളയോ? ഇവിടെ ജനാധിപത്യമാണ് ഇവിടെ, അല്ലാതെ ഇവിടെ മതാധിപത്യം അല്ല. അത് ആദ്യം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ രീതിയിലുള്ള വർത്തമാനം ഒന്നും ശരിയല്ല. ആര് പറഞ്ഞാലും ഇവരൊന്നും നേതാക്കളായിട്ടൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവരെല്ലാം മുസ്ലിങ്ങളെ വക്കാലത്തെടുക്കേണ്ട കാര്യമില്ല. അതിനുള്ള അധികാരം ഇവർക്കില്ല. ആദ്യം അത് തിരിച്ചറിയണം. മിസ്റ്റർ കമാൽ പാഷയുടെ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചു. ഇസ്ലാമിക മതനിയമം മതപണ്ഡിതന്മാർ മതവിശ്വാസികളോട് പറയുന്നതിന് വളരെ മോശമായ പ്രയോഗം നടത്തി. കടൽ കിഴവന്മാർ എന്ന അദ്ദേഹത്തിന്റെ അശ്ലീലം നിറഞ്ഞ പ്രയോഗങ്ങൾ നടത്തി പരിഹസിക്കുകയും പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്തുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇസ്ലാമിക സമൂഹത്തോട്, മതവിശ്വാസികളോട് വളരെ കൃത്യമായ മതനിയമം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ പണ്ഡിതന്മാർ അവസരോചിതമായി ഉണർത്തുകയും അവരെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തീവ്രവാദ, ഭീകരവാദ, വിഘടന, വിധ്വംസക പ്രസ്ഥാനങ്ങൾക്ക് വളരുവാനോ പ്രവർത്തിക്കുവാനോ നിലനിൽക്കുവാനോ സാധിച്ചിട്ടില്ല. സാമൂഹിക പശ്ചാത്തലവും പരിസരവും കൃത്യമായി ബോധമുള്ള ഏതൊരാൾക്കും ഇത് വ്യക്തമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് മിസ്റ്റർ കമാൽ പാഷയോട് പറയാനുള്ളത്, മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാമിക നിയമങ്ങൾ ഇസ്ലാമിക വിശ്വാസികളോട് എന്നും പറയും. അത് ഇന്ത്യൻ ഭരണഘടന ഏത് പൗരൻ വളരെ കൃത്യമായിട്ട് വകവെച്ചു കൊടുത്തിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സുകളിൽ പെട്ടതാണ് എന്ന് കമാൽ പാഷയോട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വീഡിയോയിൽ വസ്തുതാപരമായി നിരവധി പിശകുകളുണ്ട്. അദ്ദേഹത്തിന്റെ അജ്ഞതയിൽ നിന്നും അദ്ദേഹം ശീലിച്ച സ്വഭാവ സംസ്കരണത്തിൽ നിന്നും വന്ന പല അബദ്ധങ്ങളും അതിലുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇവിടെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും അട്ടിപ്പേറവകാശം ഏറ്റെടുക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ വരേണ്ടതില്ല എന്നതാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ്. ഇസ്ലാമിക വിശ്വാസങ്ങളും നിയമങ്ങളും കൃത്യമായിട്ട് സമൂഹത്തോട് പറയുവാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എപ്പോഴും സന്നദ്ധരാകാറുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളുടെയും നേതൃത്വം ഏറ്റെടുക്കുന്നു എന്നാരും അവകാശപ്പെടാറില്ല. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിമുകളിൽ 95% വരുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവർ. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ നേതൃത്വം അംഗീകരിക്കുന്ന ഇസ്ലാമിക വിശ്വാസത്തിലും ഇസ്ലാമിക നിയമങ്ങളിലും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന വിശ്വാസികളോടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ പറഞ്ഞിട്ടുള്ളത്. അത് ഇസ്ലാമിക നിയമമാണ്. ഇസ്ലാമിക നിയമം അനുസരിക്കുന്നതിലും അത് പ്രാക്ടീസ് ചെയ്യുന്നതിലും അഭിമാനിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ ഇസ്ലാമിന്റെ വിശ്വാസം, ഇസ്ലാമിക നിയമം കൃത്യമായിട്ട് മുസ്ലിം സമൂഹത്തെ ഓർമ്മിപ്പിച്ചതിന്റെ പേരിൽ മിസ്റ്റർ കമാൽ പാഷ പ്രയോഗിച്ചത് കടൽ കിഴവന്മാർ എന്ന ഒരു പ്രയോഗമാണ്. ഇത്രയും അശ്ലീലമായ പദം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാർക്ക് നേരെയും പ്രയോഗിക്കാൻ മാത്രം നിലവാരം കുറഞ്ഞതായി പോയി കമാൽ പാഷയുടെ സംസ്കാരം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള പദപ്രയോഗം നടത്തി മുസ്ലിം പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്? ഇസ്ലാമിക നിയമം കൃത്യമായിട്ട് വിശ്വാസികളെ ധരിപ്പിക്കുകയും
ആ നിയമമനുസരിച്ച് ജീവിക്കുവാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തതിന്റെ പേരിലാണോ? അത് ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരന്മാർക്കും നൽകുന്ന അവകാശമാണ്. സ്വന്തം വിശ്വസിക്കുന്ന മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ഇസ്ലാമിക നിയമങ്ങളും വിശ്വാസങ്ങളും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാനും അത് തന്റെ അനുയായികളോട് പറയാനുമുള്ള സ്വാതന്ത്ര്യം, അവകാശം ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും വകവെച്ച് നൽകുന്നുണ്ട്. അത് വിനിയോഗിച്ചതിന്റെ പേരിൽ ഒരു മതപണ്ഡിതനെ നോക്കി, ഒരു പണ്ഡിത സഭയെ നോക്കി ഇത്തരം അശ്ലീല പദപ്രയോഗങ്ങൾ നടത്താൻ മാത്രം നിലവാരമില്ലായ്മ കാണിച്ചു മിസ്റ്റർ കമാൽ പാഷ എന്നത് നമ്മെ ലജ്ജിപ്പിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. നമ്മുടെ നീതിപീഠത്തിൽ ഇരുന്ന ഒരാൾ ഇത്രമാത്രം തരം താഴ്ന്ന വ്യക്തിത്വം ഇവിടെ പ്രകടിപ്പിച്ചു എന്നത് നമുക്കെല്ലാവർക്കും ലജ്ജാവഹമായ ഒരു കാര്യമാണ്. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പറയുന്നു ഇസ്ലാമിക നിയമം ഇവിടെ പറയുന്നതിൽ അത് ലജ്ജാവഹമാണ് എന്നതാണ്. കമാൽ പാഷ അദ്ദേഹത്തെ പോലുള്ള ഏതാനും ചിലർ മാത്രമേ ഇസ്ലാമിക നിയമങ്ങളെ വളരെ കുറഞ്ഞ, നിലവാരം കുറഞ്ഞ വീക്ഷണകോണിലൂടെ നോക്കുന്നുള്ളൂ. ഇസ്ലാമിക നിയമങ്ങളും വിശ്വാസങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് ലജ്ജാകരമായി പറയുന്നവർ കമാൽ പാഷയെ പോലുള്ള വളരെ ചുരുങ്ങിയ പേരെ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ 95% വരുന്ന ഇസ്ലാം മത വിശ്വാസികൾ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വക്താക്കൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിലും വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നതിലും അഭിമാനിക്കുന്നവരാണ്. ഈ മഹാപണ്ഡിതന്മാരുടെ വാക്കുകൾ ജീവിതത്തിൽ കൊണ്ടുവരികയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങൾ പറയുന്നതും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലും അഭിമാനിക്കുന്നവരാണ് ഇവിടെയുള്ള 95% വരുന്ന മുസ്ലിമീങ്ങൾ എന്നത് കമാൽ പാഷ മനസ്സിലാക്കിയിട്ടില്ല. കേരളീയ സാഹചര്യം, സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കുന്നിടത്ത് കമാൽ പാഷയുടെ അജ്ഞതയുടെ ആഴമാണ് കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നീട് അദ്ദേഹം പ്രയോഗിക്കുന്ന മറ്റൊരു പ്രയോഗം താലിബാനിസത്തിലേക്കുള്ള പോക്കാണ് എന്നതാണ്. മുസ്ലിം പണ്ഡിതന്മാർ വിശ്വാസികളോട് ഇസ്ലാമിക പ്രമാണത്തിലൂന്നി ഇസ്ലാമിക മതനിയമം പറയുന്നത് എങ്ങനെയാണ് താലിബാനിസമാകുന്നത്? മിസ്റ്റർ കമാൽ പാഷ, എന്താണ് താങ്കൾ താലിബാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന വകവെച്ച് നൽകുന്ന അവകാശം വിനിയോഗിച്ചതിന്റെ പേരിൽ ഒരു പണ്ഡിത സമൂഹം താലിബാനിസത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നു, തീവ്രവാദം എന്ന പശ്ചാത്തലത്തിലൂടെയാണോ താങ്കൾ താലിബാനിസം എന്ന പദം പ്രയോഗിക്കുന്നത്? എങ്ങനെയാണ് ഒരു മതപണ്ഡിതൻ തന്റെ അനുയായികളായ വിശ്വാസികളോട് മതനിയമം പാലിക്കണമെന്ന് പറയുന്നത്? ആ നിയമങ്ങൾ ഉപദേശിക്കുന്നത് എങ്ങനെയാണ് തീവ്രവാദത്തിലേക്ക് നയിക്കുന്നത്? ഇവിടെയുള്ള ചെറുപ്പക്കാരെ ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യയുടെ ഐക്യത്തിലും അഖണ്ഡതയിലും അവ കാത്ത് സംരക്ഷിക്കേണ്ട ഉത്തമ ബോധ്യമുണ്ടാക്കി കൊടുക്കുന്നതിലും ഇവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ പങ്ക് ചെറുതല്ല. കൃത്യമായ മതനിയമം അവസരോചിതമായി പണ്ഡിതന്മാർ കൃത്യമായി സമൂഹത്തെ ഉപദേശിച്ചതുകൊണ്ടാണ് തീവ്രവാദികൾക്കും ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കും ഇവിടെ വേരുറക്കാൻ കഴിയാതെ പോയത്. അത് കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം കൃത്യമായി നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യമുള്ളതാണ്. എന്നാൽ കമാൽ പാഷയുടെ അജ്ഞതയിൽ നിന്നും വരുന്നത് മതനിയമങ്ങൾ പണ്ഡിതന്മാർ സമൂഹത്തെ ഉപദേശിക്കുമ്പോൾ അതും അവരുടെ അനുയായികളായിട്ടുള്ള വിശ്വാസികളോട്, ഇസ്ലാമിക നിയമങ്ങളെ നെഞ്ചേറ്റുന്നവരോട്, ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നും ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കുന്നത് ചിന്തിക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരോട് അവർ വിശ്വസിക്കുന്ന മതത്തിന്റെ പ്രമാണങ്ങൾ നിരത്തി ആ പ്രമാണങ്ങളിലുള്ള മതനിയമം കൃത്യമായിട്ട് പറഞ്ഞതിന്റെ പേരിൽ താലിബാനിസമാണെന്ന് പറയാൻ മാത്രം അജ്ഞത വഹിക്കുന്നു കമാൽ പാഷ എന്നറിയുന്നതിൽ നമുക്ക് ഖേദം ഉണ്ട് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നീട് അദ്ദേഹം പറയുന്ന മറ്റൊരു കൗതുകകരമായ കാര്യമുണ്ട്. എന്താണ്? ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ ഇസ്ലാമിക മതനിയമങ്ങൾ മുസ്ലിമീങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ അത് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറയുന്നു, ഇന്ത്യ എന്നത് ജനാധിപത്യ രാജ്യമാണ്, ഒരു മതാധിപത്യമല്ല. ഈ ഒരു ജനാധിപത്യ ബോധം ലവലേശമെങ്കിലും കമാൽ പാഷക്കുണ്ടായിരുന്നുവെങ്കിൽ താങ്കളിൽ നിന്നും ഈ വില കുറഞ്ഞ പ്രസ്താവനകളും വാക്കുകളും വരുമായിരുന്നില്ല എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത്?
ജനാധിപത്യം എന്ന് പറയുന്നത് മതനിയമങ്ങൾ തീരെ പറയാൻ പാടില്ല എന്നത് കമാൽ പാഷ എവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ജനാധിപത്യം എല്ലാ മതക്കാർക്കും, എല്ലാ വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും ഇവിടെ കൃത്യമായി ജീവിക്കുവാനുള്ള അവകാശങ്ങൾ വകവെച്ച് നൽകുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതത്തിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുവാനും അത് മറ്റുള്ളവരോട് പറയുവാനും ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അതാണ് ഇവിടെ വിനിയോഗിച്ചിട്ടുള്ളത്. അത് പറയേണ്ടവർക്ക്, അത് വിശ്വസിക്കേണ്ടവർക്ക് പറയാം. അവരുടെ അവകാശം വകവെച്ചു കൊടുക്കുക എന്നതാണ് ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ കമാൽ പാഷ അദ്ദേഹം സ്വച്ഛാധിപതിയായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ഇത് പറയാൻ ഇവർക്കെന്ത് അവകാശം? ഇത് പറയാനുള്ള അവകാശം ഭരണഘടന ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് ഞങ്ങൾ പറയുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നൽകിയ അവകാശം വിനിയോഗിക്കുമ്പോൾ അത് ഭരണഘടന അവർക്ക് നൽകിയ അവകാശമാണ് എന്ന അർത്ഥത്തിൽ വിശാലമായി ചിന്തിക്കുന്നതിന് പകരം കുടിലമായ സ്വച്ഛാധിപത്യ ചിന്തയിലേക്കാണ് കമാൽ പാഷ കടന്നു വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, താങ്കൾക്ക് ഒരൽപ്പം ജനാധിപത്യ ബോധമുണ്ടാകണമെന്നാണ്. പണ്ഡിതന്മാർ മതനിയമം കൃത്യമായിട്ട് പറയും, അതെന്നും തുടരും. അത് ഭീഷണിയിലൂടെയോ അല്ലെങ്കിൽ ഇത്തരം പരിഹാസങ്ങളിലൂടെയോ നിർത്തിക്കളയാമെന്ന് ഇതുപോലെ ഏതെങ്കിലും പാഷമാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടക്കമുള്ള പണ്ഡിത നേതാക്കളെ അംഗീകരിക്കുന്ന വിശ്വാസികളോട് മാത്രമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരും, എല്ലാ മതക്കാരും, മതമില്ലാത്തവരും ഇസ്ലാമിന്റെ ഈ നിയമം അംഗീകരിക്കണമെന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല. അത് പറയാനും പോകുന്നില്ല, അത് പറയേണ്ടതുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇസ്ലാമിൽ ഒരു നിർബന്ധിക്കലുമില്ല. വിശ്വാസികളോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതേത് പൗരനുമുള്ള അവകാശം മുസ്ലിം പണ്ഡിതന്മാർക്ക് മാത്രം വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്ന കുടിലമായ സ്വച്ഛാധിപത്യ മനോഭാവത്തിൽ നിന്ന് കമാൽ പാഷ അടക്കമുള്ളവർ പിന്മാറണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. വളരെ വില കുറഞ്ഞ തരംതാഴ്ന്ന നിലപാടുകളിൽ നിന്നും കുടിലതകളിൽ നിന്നും വിശാലമായ ജനാധിപത്യ കാഴ്ചപ്പാടിലേക്ക് കമാൽ പാഷ അടക്കമുള്ള ആളുകൾ കടന്നു വരണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ജനാധിപത്യ ബോധത്തിൽ നിന്ന് നമ്മുടെ നീതിപീഠത്തിൽ ഇരുന്ന ഒരാൾ വഴിമാറിപ്പോകുന്നു. കേവലം നിലവാരമില്ലാത്ത വർഗീയവാദികളിൽ നിന്നും മാത്രം കേട്ടുവരുന്ന, ഇസ്ലാം വിരുദ്ധരിൽ നിന്ന് മാത്രം കേട്ടുവരുന്ന ഇത്തരം വാചകങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിച്ചവരിൽ നിന്ന് ഉണ്ടാകുന്നു എന്നത് വളരെ ഖേദകരമാണ് എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.